എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സിലേക്ക് മാത്രം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടി സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ വേക്കൻസി ഫോർ ദ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് എത്ര വേക്കൻസി ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പ്രോക്സി ഫോം വഴി നിങ്ങൾക്ക് മറ്റൊരാളെ അയക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജിലാണ് വേക്കൻസീസ് ഉള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി എറണാകുളത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു സീറ്റ്, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്ത് ST വിഭാഗത്തിൽ ഒരു സീറ്റ്, അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഇടുക്കിയിൽ അവിടെ വിഭാഗത്തിൽ ഒരു സീറ്റ്, LC വിഭാഗത്തിൽ ലാറ്റിൻ കത്തലിക് വിഭാഗത്തിൽ ഒരു സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റ്, അതുപോലെ അൽഷിഫയിൽ MQ കോട്ടയിൽ അതായത് മൈനോറിറ്റി കോട്ടയിൽ ഒരു സീറ്റ്, അതുപോലെ BCF കോളേജ് ഓഫ് നഴ്സിംഗ് വൈക്കത്ത് കോട്ടയത്ത് MUവിൽ ഒരു സീറ്റ്. ഈ ഒരു രീതിയിലാണ് വേക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പയ്യന്നൂരിൽ SMൽ 5 സീറ്റ്, EZൽ ഒരു സീറ്റ്, BHൽ ഒരു സീറ്റ്, MUവിൽ ഒരു സീറ്റ്. ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വേക്കൻസിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അതുപോലെ തന്നെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകരയിൽ ഒരു സീറ്റ് NRI കോട്ടയിലുണ്ട്. അപ്പോൾ NRI കോട്ടയിൽ ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഫീസ് വരിക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയും. സെൽഫ് ഫിനാൻസ് കോളേജിലെ ആ ഒരു കോട്ട അതായത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയുണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ SC ST OEC വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കോട്ട സീറ്റുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അതായത് SC ST വിഭാഗത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MU അല്ലെങ്കിൽ EZ അതുപോലെ മറ്റേതെങ്കിലും നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ ഉൾപ്പെടുന്നത് ആ ഒരു വിഭാഗത്തിലാണോ കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് മാനേജ്മെൻറ്റ് സീറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സീറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫീസ് നിങ്ങൾ SC ST ആയാലും OEC ആയാലും ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ നാളെ രാവിലെയാണ് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് എത്തുകയും അതിനുശേഷം നിങ്ങളുടെ പേര് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ BSc നഴ്സിംഗിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അവസാന തീയതി ഈ ഒരു നവംബർ 30 ആയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് 29 തീയതി അതായത് നാളെ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ 30 തീയതി തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതായത് 29 തീയതി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ NOC സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റിൽ കിട്ടാനായിട്ട് പങ്കെടുക്കുന്നതെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫീസ് അതായത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതെങ്കിലും കോളേജിൽ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. 30 തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. കാരണം 30 തീയതിയാണ് ഈ ഒരു നഴ്സിംഗ് അഡ്മിഷൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതായത് ഒരു ദിവസം മാത്രമാണ് അഡ്മിഷനായിട്ട് കിട്ടുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. നിങ്ങൾ ഈ ഒരു LBSൻ്റെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നാളെ രാവിലെ അതായത് നവംബർ 29 തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ 29/11/2024
സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള NOC നിർബന്ധമായിട്ടും ഹാജരാക്കണം. അതുപോലെ ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ടോക്കൺ ഫീസായിട്ട് 25,000 രൂപയും SC ST OEC ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ എന്നീ വിഭാഗക്കാർ 1000 രൂപയാണ് അപ്പോൾ LBSൻ്റെ അപ്പോൾ തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോയും അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2024 നവംബർ 30 അതത് കോളേജുകളിൽ അഡ്മിഷൻ നേടണം. പ്രവേശനത്തിനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചത് നവംബർ 30 അപ്പോൾ ഈ ഒരു ഡേറ്റ് അവസാന തീയതി ആയതിനാൽ നവംബർ 30 പ്രവേശനം നേടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഹാജരാവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രോക്സി ഫോം വഴി നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കാവുന്നതാണ്. അയക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു PDF നൽകിയിട്ടുള്ള ഈ ഒരു ഫോം, അതായത് ഓതറൈസേഷൻ ലെറ്റർ കൂടി അവരുടെ കൈവശം നൽകേണ്ടതാണ്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഇവിടെ I എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ ശ്രീ ഓർ ശ്രീമതി എന്നുള്ളിടത്ത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എഴുതുക. അതുപോലെ വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ അതിനുശേഷം കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. റാങ്ക് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എത്രാമതാണ് റാങ്ക് എന്നുള്ളതും അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് ആണോ ഏതിലാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളതും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അത് നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഗസ്റ്റഡ് ഓഫീസറുടെ ആ ഒരു പേര്, ഡെസിഗ്നേഷൻ. അടുത്തതായിട്ട് ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാണ്ട് അത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങൾ ആ ഒരു ഫോട്ടോയുടെ മുകളിൽ കൂടി, അതായത് മുഖത്ത് കൊള്ളാത്ത രീതിയിൽ അറ്റസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒപ്പിട്ടിട്ട് ഡേറ്റും ഇട്ട് ഇടുന്നതിനാണ് അറ്റസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണോ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തത് അവരുടെ ഓഫീസിലാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഒരു ഭാഗമുണ്ട്. അതിനുശേഷം പ്ലേസും ഡേറ്റും അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ വീണ്ടും ഇടാനുള്ള ഒരു ഭാഗമുണ്ട്, അവിടെയും കൃത്യമായിട്ട് ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, അടൂർ, ആലപ്പുഴ, അതുപോലെ പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പോകാനായിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടി വരിക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് തന്നെ അടക്കേണ്ടി വരും. SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ OEC വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക്, അതുപോലെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ 1000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റ് ആണെങ്കിലും SC ST OEC ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ എന്നിവർക്ക് ഫീസ് 1000 രൂപ മാത്രമാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 81,000 രൂപ അഡ്മിഷൻ സമയത്തും ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് ഇതുവരെ ഫീ പേയ്മെൻ്റ് ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ 25,000 രൂപയും ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ SC ST OEC വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് 1000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ ഏകദേശം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള സീറ്റാണ് കിട്ടിയതെങ്കിൽ 1000 രൂപ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യം ഇല്ലാത്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 81,000 രൂപ നിങ്ങൾ വീണ്ടും 1,00,000 രൂപയ്ക്ക് അടുത്ത് രൂപ നിങ്ങൾ ഈ ഒരു 30-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അടക്കേണ്ടതായിട്ട്, അഡ്മിഷൻ നേടുന്ന സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നവംബർ 30-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.